ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നേക്കുന്ന മൂലമറ്റം പോകുന്നൊരു ഭാഗത്തെ ത്രിവേണി സംഗമം എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഒരു ജലക്കെട്ടുണ്ട്. ഒരു ആറിൻ്റെ ഒരു ഭാഗം തന്നെ എടുത്ത് ഒരു കെട്ടൊക്കെ തിരിച്ച് ഇങ്ങനെ വെള്ളം ഏകദേശം ഇപ്പം മൂലമറ്റം പോകുന്ന റോഡിൻ്റെ സൈഡ് ചേർന്ന് ഇങ്ങോട്ട് വന്നു. പകുതിയോളം ഇവിടെ നിന്ന് അടുത്താണ് മൂലമറ്റം സ്റ്റാൻഡൊക്കെ. ത്രിവേണി സംഗമമാണ് പ്രദേശം, ഗ്രാമം. ഇവിടെ വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നത്. ഈ വൈഡായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ജലക്കെട്ടാണ്. ഒരു ഞായറാഴ്ച ദിവസമാണ്, അപ്പോൾ ചെറിയൊരു ആൾക്കാരുടെ സമീപം കാണുന്നുണ്ട്. താഴെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു ചെക്ക് ഡാം പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ്. ഒരു പ്രദേശം മൊത്തം ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ വെള്ളമൊന്നും അധികം ആഴമില്ല, ചെളിയൊക്കെ വന്ന് ചേറെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. തീരെ കുറവാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ കല്ലും മണ്ണെല്ലാം അടിഞ്ഞ് ഒരു നല്ല ഹൈറ്റിനായിട്ടുണ്ട്. അപ്പം വെള്ളം ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ ഒക്കെ എത്ര ഉള്ളൂ ആഴം, പക്ഷെ താഴത്തോട്ട് വരുമ്പോൾ ആഴമുണ്ട്. ഈ ഒരു പ്രദേശമൊക്കെ ഇങ്ങനെ റബ്ബർത്തോട്ടമാണ്, ഇതിൻ്റെ ഇടതും വലുതൊക്കെ ആയിട്ട്. ഇങ്ങോട്ടെല്ലാം ചെറിയ ഗ്രാമ വീടുകളുണ്ട്. മലനിരയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ഇവിടെ ഇങ്ങനെ രണ്ട് പോർഷനായിട്ടാണ് വെള്ളം തന്നെ. ഈ കെട്ടി നിർത്തിയേക്കുന്ന ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒരു ഇച്ചിരി ശാലിച്ച വെള്ളം ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെ വെള്ളമാണ്. ആ വെള്ളത്തിനേക്കാളും നല്ല ഒഴുക്കായിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വന്നത്. നല്ലപോലെ വെള്ളമുള്ള സമയമാണ്. സൈഡ് വഴിയാണ്, ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സമയമൊക്കെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സന്ധ്യയോടെ അടുക്കുകയാണ്. ഒരു നല്ലൊരു കാഴ്ചയാണ് ഈ പ്രദേശത്തോട്ട് വന്നപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്. ത്രിവേണി സംഗമമാണ്, ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശം. മേളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ആറിൻ്റെ തൊട്ട് മേളിൽ ഇപ്പോൾ വലത് സൈഡിൽ അവിടെയായിട്ട് ഇങ്ങനെ ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളാണ്. അപ്പുറേ പോഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാൻ ഒരു പാലമുണ്ട്, തൂക്കുപാലം. ആ ഒരു പാലം നമ്മൾ ഇങ്ങോട്ട് കയറി നടന്നു വന്നു. സൈഡിൽ കൂടെ വരുന്നത് ഈ വഴിയാണ്. ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. മേളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പം നല്ല ഒഴുക്കുണ്ട്, പക്ഷെ അടിയൊഴുക്കാണ്. വെള്ളം പരന്നൊഴുകയാണ്, ആഴം കുറവാണ്, എന്നാലും നല്ല അടിയൊഴുക്കുണ്ട് പരന്ന്. നമ്മളീ കാണുന്ന ഈ ഒരു പാലമാണ്. റോഡ് സൈഡിൽ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് കയറി വരികയാണ്. മൂലമറ്റം പോകുന്നതിൻ്റെ ഒരു തൂക്കുപാലം കയറിയിട്ട് ഈ സൈഡിൽ കൂടെ തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് നേരെ അങ്ങ് പോകുമ്പോഴാണ്, ഈ സൈഡിൽ കയറുന്ന പോകുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ത്രിവേണി സംഗമത്തിൻ്റെ ഒരു വെള്ളക്കെട്ടും അവിടെ ഇങ്ങനെ വിശാലമായി കുളിക്കാനുള്ളൊരു ഭാഗങ്ങളൊക്കെയാണ്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖല തന്നെയാണ്. സമയം ഒരു 6 മണി കഴിഞ്ഞു, നല്ലതായിട്ട് ഇരുട്ടായിട്ടുണ്ട്. 6:30 ആവുകയാണ്. ഇപ്പോൾ വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ അലക്കും കുളിയും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളധികം ഒരു ബുദ്ധിമുട്ടിക്കുന്നില്ല. റോഡ് സൈഡിൽ നിന്നും ഇത് മൂലമറ്റം പോകുന്ന റോഡാണ്. ഇവിടെ നേരെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു റോഡാണ്, മാർച്ച് പോലത്തെ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ഗ്രാമങ്ങളും അതേപോലെ തന്നെ വെള്ളം നീരൊഴുക്കൊക്കെ ഉള്ളൊരു പ്രദേശത്ത്. ഇങ്ങോട്ട് കടകളൊക്കെയാണ്.